ഗൈസ്, അപ്പം നമ്മളെ ട്രിപ്പിൻ്റെ വീഡിയോസ് ഞാൻ പളനി വ്ളോഗായിട്ടൊന്നും കൊടൈക്കനാൽ പാർട്ട് 1 പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ട് ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പം നമ്മൾ കൊടൈക്കനാലിൽ താമസിച്ച ഒരു റൂം, അതായത് ഹോട്ടലാണിത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാനൂരുള്ള ആൾക്കാരെ തന്നെ അമർ ബസ്സിൻ്റെ ആൾക്കാരെ ഹോട്ടലാണ്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട്. പിന്നെ വലിയ തണുപ്പ് നമുക്കിവിടെ ഇല്ല. കൊടൈക്കനാലിൽ ആ സമയത്ത് ഭയങ്കര തണുപ്പ് കുറവാണ്. ഇപ്പം മഴയൊക്കെ പെയ്തപ്പോൾ നല്ല തണുപ്പുണ്ടാവും. ഈ സമയത്താണ് ശരിക്കും നമ്മൾക്ക് തണുപ്പിനോട് വൈബ് തോന്നുന്ന ആൾക്കാരൊക്കെ പോകേണ്ടത്. നമ്മൾ പിന്നെ ഏപ്രിൽ വെക്കേഷൻ്റെ സമയത്താണല്ലോ പോയത്. ഹോട്ടലിൽ രാത്രിക്ക് ഫുഡുണ്ട്, പക്ഷേ അത് എനിക്ക് തോന്നുന്നു എക്സ്ട്രാ കാശ് കൊടുത്തതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. രാവിലെ ഉണ്ടായിരുന്നു, പക്ഷേ രാത്രിക്കത്തെ ഫുഡ് അത്ര പിടിക്കാത്തത് കൊണ്ടും വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തത് കൊണ്ടും രാവിലെ നമ്മൾ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് തന്നെ കഴിക്കാം, ഇവിടുന്ന് ശരിയാവില്ല. അപ്പം നമ്മളെല്ലാവരും റെഡിയായി പുറത്തോട്ടേക്ക് ഇറങ്ങി. തണുപ്പ് എങ്ങനെയുണ്ട് ചേട്ടാ? തണുപ്പ് എങ്ങനെയുണ്ട്? കഴിഞ്ഞ നമ്മൾ അന്ന് വന്നതിൻ്റെ തണുപ്പൊന്നുമില്ല അല്ലേ? പക്ഷേ ഭയങ്കര കോടയും അല്ലേനും. ഇന്ന് ഇപ്പോൾ ശരിക്കും നമ്മൾ ഈ പ്രാവശ്യം വന്നേരം കോടയൊന്നും കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഏറ്റവും കൂടുതൽ തണുക്കുന്നതായിരിക്കാം മറസേ. ആറൂസിന് ഭയങ്കര തണുപ്പാ. ഇവർ ഇഡ്ഡലിയെ പറഞ്ഞത്, ഞാനും ആദ്യം പൂരിയെ പറഞ്ഞുള്ളത്. അപ്പോൾ കാണാം. അപ്പം നമ്മളെല്ലാവരും നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇത് കഴിച്ചത് നമ്മൾ ഇന്നലെ ചോറ് ഇതൊക്കെ തിന്നിട്ടില്ലേ, അതേ ഹോട്ടലിൽ തന്നെയാണ് പോയത്. ഇവിടെ കൊടൈക്കനാലിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാളീസൊക്കെ കഴിക്കുന്നത് മഹാരാജ എന്നാണോ ഇനി മലബാർ മഹാരാജ എന്നാണെന്ന് തോന്നുന്നത്. പക്ഷെ നമ്മൾ ഇറങ്ങിയതിന് ശേഷമാണ് നമുക്കത് മനസ്സിലായത്. അപ്പോൾ ആ ഹോട്ടലിൽ നിന്നാണ് പോലും എല്ലാവരും ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ ഇന്നലെ കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ഇറങ്ങി. പിന്നെ ഇറങ്ങിയതിന് ശേഷം ഹോട്ടലിൽ നപ്പി പോകാനൊന്നും നിന്നില്ല. നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇന്നലത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇന്നും അവിടെ തന്നെ കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പം പിന്നെ 1-2 സ്ഥലം, ഇന്നലെ ഗുണ കേവ്, പിന്നെ പൈൻ ഫോറസ്റ്റ്, ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല. അതുകൂടാണ്ട് പിന്നെന്താ 2 പില്ലേഴ്സ് റോക്കോ അങ്ങനെ എന്തോ ഉണ്ട്. അത് വലിയ അല്ല, ദൂരെ നിന്നൊരു 2 പില്ലർ പോലെ 2 റോക്ക് ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ളൊരു സംഭവമാണ്. അത് റോട്ടിൽ നിന്ന് കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല. അത് നമ്മൾ മറ്റേ സൂയിസൈഡ് പോയിൻറ്റ് തൊട്ടടുത്തായിട്ട് തന്നെ വരുന്നത്. ശരിക്കും ഇത് സൂയിസൈഡ് പോയിൻറ്റിൽ പോകുന്ന വഴിയിലൂടെ തന്നെയാണ് ഇതൊക്കെ പോകേണ്ടത്. ഇന്നലെ വഴി തെറ്റി എന്തൊക്കെയോ എവിടേക്കോ ആയി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗുണ കേവ് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് കണ്ടു തീർത്ത് പിന്നെ നാട്ടിലേക്ക് നമ്മളത് ബ്രാൻഡി കുപ്പിൽ ഉണ്ടാവില്ല. ശരിക്കും തുണി വരാടി ഇടാൻ പറ്റും. നല്ല തണുപ്പുണ്ട്. നിങ്ങൾ ശ്വാസം നല്ലോണം വലിച്ചു നോക്കിയതാ മൂക്കിൻ്റെ ഉള്ളിലേക്ക്. പോയടാ ഓക്കല്ലനാ മയിലെന്താ ആവണെന്ന് പറഞ്ഞ്. ഇത് ഗുണ സിനിമയില്ലേ കമലഹാസന്റെ? ആക്ച്വലി നമുക്ക് പിന്നെന്താ പറയുക, തണുപ്പ് ഒരുപാടില്ലെങ്കിലും ഈ നടന്നു പോകുന്ന സമയം കോട അങ്ങനെ മഞ്ഞ് അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിലും
നടന്നു പോകുന്ന സമയത്തേക്ക് ശരിക്കും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നാമത് എനിക്ക് ആസ്മയുള്ളതാണ്. അപ്പോൾ തണുപ്പിലേക്ക് പോകുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വരും. പക്ഷേ നടക്കുമ്പോഴൊക്കെ അത് ആ ഒരു ശ്വാസം എടുക്കുന്നതിൻ്റെയൊക്കെ സൗണ്ട് നന്നായിട്ടുണ്ടാവും. അതൊന്ന് ക്ഷമിച്ചാളാം കേട്ടോ. പിന്നെ ഇതിലൂടെ പോകുമ്പോൾ എക്കോ അടിക്കുന്ന പോലെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സൗണ്ട് ആക്കിയതാണ്. പിന്നെ ചിരിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു സൗണ്ട് വല്ലാതെ പോലെ ഉണ്ട്, ഒന്നും വിചാരിക്കരുത്. ആരെല്ലോ വാളും വെച്ചിട്ട് മോനെ മേലക്കേറി കടവാ പുയ്യാൻ തോന്നുന്നു. എത്ര ആൾക്കാർ വായിച്ചിട്ടുണ്ടോ? ഗുണ കേവിൻ്റെ ഫസ്റ്റ് പേര് ഡബിൾസ് കിച്ചൺ. ഞാൻ പറഞ്ഞത് മൊത്തം വീഡിയോ എടുത്തല്ലേ? അപ്പോൾ ഗുണാക്കൈവ് എന്ന് പറയുന്നത് നമ്മൾ മഞ്ഞുമ്പൽ ബോയ്സിൽ കാണുമ്പോൾ ആ ഒരു സിനിമേൻ്റെ ഇതൊന്നും തോന്നില്ല. പക്ഷേ ആ വേറിൻ്റെ ആ ഒരു സംഭവം സെറ്റപ്പൊക്കെ കാണുമ്പോൾ ആ ഒരു സിനിമേൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പം ആൾക്കാർ കൂടിയത് കൊണ്ടാണോ ഇനി അതിന് മുന്നേ ആണോ ഈ ഗ്രിൽസൊക്കെ ഇട്ടിട്ട് അത് മൊത്തത്തിൽ ക്ലോസ് ചെയ്ത് ഭയങ്കര സെക്യൂർഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാണാനുണ്ട്. ശരിക്കും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സ്പോട്ടുകളുണ്ട് തന്നെ പറയാം. ഫോട്ടോ എടുക്കാനും റീൽ എടുക്കാനൊക്കെ ആയിട്ടുള്ളത് നല്ല സ്പോട്ട് തന്നെയുണ്ട്. അപ്പം നമ്മളെല്ലാം ഏകദേശം ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് കണ്ട് അവിടെ നിന്ന് നേരെ പൈൻ ഫോറസ്റ്റിലോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് വരുന്നത്, വലിയ ദൂരമൊന്നുമില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്ന സമയത്തേക്ക് ഒരുപാട് നടക്കാനും ഇതാക്കാനും ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു സ്ഥലം കാണണം എന്നുണ്ടെങ്കിൽ വണ്ടിയിൽ മാത്രം പോയപ്പോൾ അവിടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി നല്ല രീതിയിൽ നടക്കാനും ക്ഷീണിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം വെള്ളമൊക്കെ നല്ല രീതിയിൽ കയ്യിൽ വെക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, എല്ലാം ചെയ്താൽ നമുക്ക് എനർജി ആയിട്ട് എല്ലാവരുടെയും പോവുകയും വരികയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ ആ ഒരു ജിൽ സംഭവം ഉണ്ടായതിനാണ്. പക്ഷെ എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ ഇലയുടെ നന്നായിട്ട് ആ സമയത്ത് വരുന്നുണ്ട്. പിന്നെ ഇൻഹേലർ ചെയ്ത സമയത്തും കയ്യിലുള്ളത് കൊണ്ട് വലിയ സീനില്ല. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തൊണ്ടക്കിടക്ക് ക്രാക്ക് വീഴുന്ന പോലെ തോന്നുന്നുണ്ട്. എന്ത് ചെയ്യാനാ, കുറേ കാലമായിട്ട് ഇൻഹേലർ എടുക്കുന്നതാണ്. അപ്പം പക്ഷേ യാത്രകൾ കിട്ടുന്ന സമയങ്ങളൊന്നും ഞാൻ മാക്സിമം ഒഴിവാക്കാറില്ല. ഞാനിങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്തെല്ലാം മൂന്നാറിൽ പോകേണ്ടത്, നമുക്കൊന്ന് പോയോക്കിയാലോ. പക്ഷേ ബഡ്ജറ്റ് ഇഷ്യൂസ് നോക്കാം. എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്നും പോകാൻ ചാൻസ് കുറവാണ്. ഇനി ദൈവം സഹായിച്ച് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും ഓണത്തിന് നമുക്ക് ഇതേപോലെ ട്രിപ്പെല്ലാം പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ എന്താ പറയാൻ വന്നത്, പെട്ടെന്ന് അതങ്ങോട്ടങ്ങ് മറന്നു പോകുന്നു കേട്ടോ. ഇത് ഇതിന് പോയ വെക്കേഷന് പോയതാണ്, പക്ഷേ ഇപ്പാണ് ഇടുന്നത്. ഗൈസ്, അപ്പം നമ്മളെ കൊടൈക്കനാലിലെ ടൂറൊക്കെ കഴിഞ്ഞു. നമ്മളിനി നേരെ എവിടെയാതി വീട്ടിലേക്കൊന്നുമല്ല, മൂന്നാർ വഴി വീട്ടിലേക്ക് തന്നെയാണ്. ഇന്ന് രാത്രിക്ക് വീട്ടിലെത്തും. പക്ഷേ പോകുമ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മൾ പളനി വഴിയാണ് വന്നത്, പാലക്കാട് വഴി. ഇപ്പോൾ തിരിച്ച് പോകുമ്പോൾ നമ്മൾ മൂന്നാർ തേനി അല്ലാതെ അനച്ചാല് തേനി ആ വഴി പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ കൊടൈക്കനാൽ യാത്ര സമാപിച്ചിരിക്കുന്നു. ചേട്ടൻ്റെ കൊടൈക്കനാൽ യാത്രയുടെ അനുഭവം എന്നാ? പൈസ പോകുന്നതിന് അനുഭവം കൂടി കൂടി വരുന്നുണ്ട്. ഇങ്ങനെയല്ലല്ലോ ലൈഫാ.
ഇതല്ലേ ലൈഫ് അല്ലതാ ആ തോന്നുന്നു. നിങ്ങൾ ഇങ്ങനെയെല്ലാം പറയുന്നത്. ഇതെല്ലാം ലൈഫിലുള്ളതാ കേട്ടോ, ഇതെല്ലാം ലൈഫിലുള്ളതാണ് വെച്ച് കുത്തല്. കമ്പക്കുട്ടി എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കണം എന്നെല്ലാം പ്ലാൻ ചെയ്തതായിരുന്നു. വേറെ അങ്ങനെയുള്ള സാധനങ്ങളല്ല, ഈ പച്ചക്കറികളൊക്കെ എല്ലാം ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലോ. പക്ഷേ ഒടുക്കത്തെ റേറ്റ് ആട്ടാ. നമ്മൾ അവിടുന്ന് ക്യാരറ്റ് വാങ്ങിച്ച് വന്നിട്ട് പിറ്റേ ദിവസം ഇവിടെ ചോദിക്കുമ്പോൾ ഇവിടെ ആ ക്യാരറ്റിൻ്റെ റേറ്റ് തന്നെയാണ്. പൈസക്കൊന്നും മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ അടിപൊളി പച്ചക്ക് തിന്നാം, നല്ല ടേസ്റ്റുള്ള സാധനം. അപ്പം നമ്മൾ എത്രയാകുമ്പോൾ ക്യാരറ്റ് എത്രയാണ് വാങ്ങിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ക്യാരറ്റ് വാങ്ങിച്ചു, പിന്നെ മാങ്ങ വാങ്ങിച്ചു, പിന്നെ സപ്പോട്ടയൊക്കെ നമ്മൾ പളനിയിലുള്ള സമയത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടുന്ന് വാങ്ങിയിട്ട് കാര്യമില്ല, 2 ദിവസം മുന്നേ അല്ലേ, ഇപ്പം നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാണ്ടായി പോലെ, അതുകൊണ്ട് അങ്ങനെ എന്തോ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെയുള്ള കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതൊന്നും ലാസ്റ്റ് സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അതുകൊണ്ട് സാധനങ്ങളെല്ലാം വളരെ കുറവാണ് വാങ്ങിച്ചിട്ടുള്ളൂ. ഫുഡും ഞാൻ വിചാരിച്ച പോലെ എനിക്ക് അങ്ങോട്ടേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ശരിക്കും പളനിയിൽ നിന്ന് നേരെ മധുരയിൽ പോകണം. മധുരയിലും കുറേ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നല്ലോ. പക്ഷേൽ നായശേട്ടൻ പറഞ്ഞ് പളനിയിൽ നിന്ന് മധുരയിൽ നീ അമ്പലം പിന്നെ തീർത്ഥാടന യാത്രക്ക് ഇറങ്ങിയതാണോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് മതി. പളനിയിൽ ശരിക്കും നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ മല കയറി നിന്ന് അന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മധുര സ്റ്റേ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ പളനിയിൽ ഓൾറെഡി റൂമും ബുക്ക് ചെയ്ത് അതെല്ലാം ചെയ്തപ്പം പിന്നെ ആകെ ഒരു സുഖമില്ല. അതുകൊണ്ട് പിന്നെ മധുരയൊന്നും പോയിട്ടില്ല. എനിക്ക് മധുരയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മധുര മീനാക്ഷി എല്ലാം കാണാൻ, അമ്പലങ്ങളിലെല്ലാം പോയി. ഇതിന് മുന്നേ പോയപ്പോൾ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നെങ്കിലും നോക്കിയിട്ട് ഇതൊക്കെ പോകണം. അത് ബജിയല്ലേ? വണ്ടിയിലോട്ടൊക്കെ നമുക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ 2 മക്കളും സ്വാഹ. അത് നല്ല ഉറക്കമായിരിക്കും. പാറു നല്ല ഉറക്കമായിരിക്കും, ആദ്യം നല്ല ഉറക്കമായിരിക്കും. ഞാൻ വിചാരിക്കും ഉറങ്ങുന്നത് തന്നെയാണല്ല, കാരണം പാറുവിന് ഈ ചുരമൊക്കെ കയറുന്ന സമയത്തേക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഉറങ്ങുന്നത് തന്നെ ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകളെല്ലാം പിള്ളേർ മിസ് ചെയ്യും. പിന്നെ നമ്മളിടക്ക് വണ്ടി നിർത്തി ഞാൻ നാഷനും ഒരു ചായയും വടയെല്ലാം തിന്ന്, വട വാങ്ങിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള വട വാങ്ങിച്ചിട്ട് വെച്ച് എണീക്കുമ്പോൾ ചോദിച്ചാൽ കൊടുക്കാമല്ലോ എന്നുള്ളതുകൊണ്ട്. പക്ഷേൽ അത് തിന്നിട്ടില്ല എന്ന് പറയും. തിന്നിട്ടുണ്ടായിട്ടില്ല. അത് കയ്യിൽ തന്നെ വെക്കുക ചെയ്ത്. എനിക്ക് ഈ പാറയെല്ലാം കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു അത്ഭുതം പോലെ, അത് എന്തോ കൊത്തി വെച്ച പോലെ തോന്നും. അത് ഇതിൽ കാണുമ്പോൾ അത്ര ഫീലില്ല, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നി. അപ്പം എന്താ പറയുക, ഏകദേശം നമ്മളിത് മൂന്നാറിലോട്ടേക്ക് കയറുന്ന വഴിയായി കേട്ടോ. എത്രയോ ഇത് കയറാനുണ്ടായിന്, എന്താ പറയുക വളവിനെന്തോ പറയുമല്ലോ. അങ്ങനെ മൂന്നാർ വഴിയാണ് വരുന്നത്. അപ്പോൾ അടുത്തൊരു സൈറ്റ് സീനിങ് കൂടി കാണാമെന്നുള്ളൊരു പ്ലാനിലാണ് മൂന്നാർ വഴി വരുന്നത്. പിറ്റേ ദിവസം ആഴ്ച പോകാനുണ്ട്, ജോലിക്ക് പോകണം. അതെല്ലാം കൊണ്ട് 2 ദിവസത്തെ ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. ഇനി ഓണം വെക്കേഷന് കുറച്ച് കൂടുതൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഫിഷ് കറി മീലായിരിക്കും. ഈ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ പളനി വ്ളോഗ് കഴിഞ്ഞ് കൊടൈക്കനാൽ എഡിറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതും നടന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയി കൊടൈക്കനാലിൻ്റെ കുറേ ഭാഗങ്ങൾ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വോളിയം വെച്ചാൽ ഓൺ വോയിസ് കൊടുക്കേണ്ടതെടുക്കുക, ഓൺ വോയിസ് കൊടുത്തതും റെക്കോർഡ് ചെയ്യേണ്ടതെടുക്കുക, അങ്ങനെ ചെയ്യേണ്ട സാധനങ്ങളെല്ലാം. പിന്നെ എഡിറ്റ് ചെയ്യാൻ ശരിക്കും വെച്ചാൽ മറന്നു പോകുന്നു സംഭവം. അന്നത്തെ പളനി ഫസ്റ്റ് വ്ളോഗ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇത് പെട്ടെന്ന് തന്നെ അടുത്തത് ഇടാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു.
വോയിസിൻ്റെ എല്ലാം ക്ലിയർ ചെയ്തു, ബാക്കിയെല്ലാ സാധനങ്ങളും എഡിറ്റ് ചെയ്ത് ഇനി വോയിസ് ഓവർ മാത്രം കൊടുക്കാനുള്ള രീതിയിലേക്ക് ആക്കി വെച്ചതാണ്. പക്ഷേ പിന്നെയും ഞാനത് മറന്നുപോയി. ഇന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്, അയ്യോ ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ ഇപ്പം രണ്ടാമതും എടുത്ത് ഇന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളത്. ഇന്ന് തീർത്താൽ മതിയായിരുന്നു. ഇന്ന് തീർത്താത്തിന് ഇനിയിപ്പം തംബ്ലൈനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ എപ്പോൾ ഇടുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല. വോയിസ് ഓവർ കൊടുത്ത് ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം കഴിയുമല്ലോ. അപ്പം ആദ്യം പറഞ്ഞിട്ടാണ് ഈ റോഡിൽ ഇതിനെന്താ ഒരു പേര് പറയുന്നുണ്ടായിരുന്നല്ലോ, അയ്യോ മൂന്നാറിലേക്ക് എൻ്റെ ഭയങ്കര സൈറ്റ് സീനായിട്ട് എടുക്കുന്നൊരു സ്ഥലമാണ് ഇപ്പോഴത്തെ, എന്തോ ഒരു റോഡാണ്, മറന്നുപോയി. ശരിക്കും നല്ല സ്ഥലമാണ് കേട്ടോ. ഇതിന് പിന്നെ ഡ്രോൺ ഷോട്ടൊക്കെ കാണാനായിരിക്കും അടിപൊളി സംഭവം എന്ന് പറയുന്നത്. ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒരു വലിയ ടാസ്ക് തന്നെ കേട്ടോ. വീഡിയോ എടുക്കുന്ന ആ മൂഡിൽ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളും നല്ല സ്ഫുടതയോടെ അല്ലെങ്കിൽ നല്ല ഓർമ്മിച്ചിട്ട് നമുക്കത് പറയാൻ പറ്റും. പക്ഷേ ഇത് വീഡിയോ എടുത്തേച്ച് മാസങ്ങൾക്ക് ശേഷം എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മളെ മെമ്മറീനെ അനുസരിച്ച്, മീൻസ് എൻ്റെ മെമ്മറീൻ്റെ അനുസരിച്ച് എന്താണ് പറയേണ്ടത് എന്നുള്ളൊരു ഐഡിയ പോലും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഈ സ്ഥലങ്ങളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എന്തോ റോട്ടിലൂടെ പോകുമ്പോൾ തന്നെ കാണുന്നതാണ്, കുറച്ചൊരു അരുവി പോലെയാണ്. പക്ഷേ അതെന്താ ആന വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. ഏട്ടൻ്റെ സ്ഥലം അടിമാലി. ഇതിൽ ഫുഡ് മാത്രം ആയിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വരുന്ന വഴിക്ക് പിന്നെ ഒന്നും കാണാനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം ചായ കുടിച്ചു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ വീട്ടിലെത്താനായി. അപ്പോൾ പിന്നെ ഫുഡ് നമ്മൾ ഇല്ലല്ലോ, അപ്പം പുറത്തുനിന്ന് ഷവർമയൊക്കെ കഴിച്ചു. തിരിച്ചു വന്നതിൻ്റെ അൺലോഡിങ് കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയാണിത്. ഇനിയിപ്പോൾ ഇന്നൊന്നും ചെയ്യാനുള്ള ആവശ്യതയില്ല, അല്ല ത്രാണിയില്ല. അതുകൊണ്ട് ഇനിയെല്ലാം നാളെ ആയിരിക്കും. നമ്മളിവിടെ മൂന്നാർ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു കൊടൈക്കനാൽ എത്തുന്നതിന് മുന്നേ ഉള്ളൊരു വ്യൂ പോയിൻ്റില്ലേ, അവിടെ വെച്ചിട്ട് ആ ഒരു ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്നുണ്ട് ഫോട്ടോസ്, അങ്ങനെ എടുത്തതാണ്. പിന്നെ ഒന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയിട്ടില്ല. മാങ്ങ വാങ്ങിച്ചു, ക്യാരറ്റ് വാങ്ങിച്ചു, പിന്നെ ഇത് പൊന്നോന് 2 കമ്മൽ വാങ്ങിച്ചു. വേറെ ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല ഗൈസ്. പിന്നെ നമ്മൾ പളനിയിലെ ഇതെന്താ അഭിഷേക പഞ്ചാമൃതം വാങ്ങിച്ചു. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. കഴിഞ്ഞു, വിഷു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 8:15. ചേട്ടൻ വണ്ടി മുന്നോട്ടേക്ക് എടുത്ത് വെച്ചിട്ട് സാധനങ്ങളെല്ലാം ഇറക്കിയതിന് ശേഷം അവിടെ പോർച്ചിൽ കൊണ്ടുപോയി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും